ഇന്ന് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഓർമ്മ ദിനം. അദ്ദേഹത്തിനെ കുറിച്ച് അറിയാത്തവരായിട്ടുള്ള ആരും ഉണ്ടാവില്ല. അദ്ദേഹത്തിൻ്റെ ജീവിതം സംബന്ധമായിട്ടുള്ള കഥകളായിരുന്നു കൂടുതലും അദ്ദേഹം എഴുതിയിരുന്നത്. പിന്നെ എൻ്റെ ഓർമ്മ കാലത്ത് സ്കൂൾ പഠനകാലം മലയാളം ബി മലയാളം പുസ്തകത്തിൽ പാത്തുമ്മയുടെ ആട്, ആ കഥ ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുമ്പോൾ ഒരുപാട് ഇരുന്ന് കേട്ട ഒരാളാണ്. എനിക്ക് അന്നേ അങ്ങനെ കഥ പറയുമ്പോൾ അവിടുത്തെ പിക്ചറും ആ ഒരു അനുഭവവും കാര്യങ്ങളൊക്കെ മനസ്സിലിങ്ങനെ ഓടിയെത്തും. ഇതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടാവും. കുറേ കഥകളൊക്കെ എഴുതിയിട്ടുണ്ട്. എനിക്ക് പരിചിതമായിട്ടുള്ള കഥ പാത്തുമ്മയുടെ ആടാണ്. ബാക്കി നോവലൊക്കെ സമയം പോലെ വായിക്കണം എന്നുണ്ട്. വൈക്കം മുഹമ്മദ് ബഷീറിന് ഒരുപാട് പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചിലത് നിങ്ങളോട് പറയാം. 1970 കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ്, 1981 കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ്, 1982 പത്മശ്രീ പുരസ്കാരം എന്നിവ അവയിൽ ചിലതാണ്. 1987 കാലിക്കറ്റ് സർവകലാശാല അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് നൽകി ആദരിച്ചു. 1993 വള്ളത്തോൾ പുരസ്കാരവും ലഭിച്ചു. അദ്ദേഹത്തിൻ്റെ പല കൃതികളും സിനിമകളാക്കിയിട്ടുണ്ട്. അറിയില്ലേ? അറിയാത്തവർക്ക് ഇതാ ഒന്ന് പറഞ്ഞുതരാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സിനിമ മതിലുകൾ ആണ്. അതുകൂടാതെ ബാല്യകാലസഖി, ഭാർഗവീ നിലയം, നീലവെളിച്ചം, പ്രേമലേഖനം, മുച്ചീട്ടുകളിക്കാരൻ്റെ മകൾ, ഭൂമിയുടെ അവകാശികൾ എന്നിവയും സിനിമകളാക്കിയിട്ടുണ്ട്. വൈക്കം മുഹമ്മദ് ബഷീർ 1994 ജൂലൈ 5 അന്തരിച്ചത്. അതായത് അദ്ദേഹം ഇപ്പോൾ ഓർമ്മയായിട്ട് 31 വർഷം കഴിഞ്ഞിരിക്കുന്നു. സാധാരണക്കാരുടെ ജീവിതവും അവരുടെ പ്രശ്നങ്ങളും ഒക്കെയാണ് ബഷീർ തൻ്റെ കഥകളിലൂടെ അവതരിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കൃതികൾ മലയാളികൾക്ക് എളുപ്പം മനസ്സിലാക്കാനും ഇഷ്ടപ്പെടാനും സാധിച്ചു. അദ്ദേഹത്തിൻ്റെ സാഹിത്യം മലയാളികൾക്ക് ഒരുപാട് സാമൂഹിക ചിന്തകൾ നൽകി. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്നത് ആരെയാണെന്ന് അറിയാമോ? വൈക്കം മുഹമ്മദ് ബഷീർ അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലമായ കോഴിക്കോട്ടെ ബേപ്പൂരിനോടുള്ള സ്നേഹവും അവിടുത്തെ ജീവിതത്തെക്കുറിച്ചെഴുതിയ കഥകളുമാണ് അദ്ദേഹത്തിന് ഈ പേര് നേടിക്കൊടുത്തത്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിനമാണല്ലോ. അദ്ദേഹത്തിൻ്റെ ചിത്രം ഇതുവരെയായിട്ട് ഞാൻ വരച്ചിട്ടൊന്നുമില്ല. പിന്നെ ഒരു ബ്ലൂ പേന കൊണ്ട് ഔട്ട്ലൈനായിട്ട് ഒരു സ്കെച്ച് ചെയ്യാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ചിത്രം. ഇഷ്ടമായാൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. അടുത്ത ചിത്രമായി വീണ്ടും കാണാം.